നമസ്കാരം. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ഇന്ത്യൻ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം തുടരുന്നു. നെഗറ്റീവ് നോട്ടിൽ നിന്ന് ഉണർവ് രേഖപ്പെടുത്തി സൂചികകൾ. സെൻസെക്സ് 300-ലേറെ പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 21,900 പോയിന്റ് കടന്നു. പിന്തുണയായത് IT ഓഹരികളിലെ ഉറച്ച നേട്ടം. RBI പണനയ അവലോകന യോഗം ആരംഭിച്ചു. നയപ്രഖ്യാപനം വ്യാഴാഴ്ച. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ലെന്ന് സൂചന. വിലക്കയറ്റം ഒഴിവാക്കാൻ നടപടി വേണമെന്ന് കേന്ദ്ര സർക്കാർ. 6 ബാങ്കുകളുടെ 9.5% വീതം ഓഹരികൾ സ്വന്തമാക്കാൻ HDFC ബാങ്കിന് അനുമതി നൽകി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓഹരികൾ ഏറ്റെടുക്കുന്നതിനുള്ള അനുമതി 1 വർഷത്തേക്ക്. തീരുമാനത്തെ തുടർന്ന് യെസ് ബാങ്ക് ഓഹരികളിൽ ഉണർവ്. പേടിഎമ്മിന് മേൽ ഉപരോധം ചുമത്തിയ സാഹചര്യത്തിൽ RBI ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി പേടിഎം CEO വിജയ് ശേഖർ ശർമ്മ. വിദേശ വിനിമയ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്ന് അറിയിച്ചു. പേടിഎം വാലറ്റ് ജിയോ ഫിനാൻഷ്യൽ ഏറ്റെടുക്കുമെന്ന വാർത്തകൾ നിഷേധിച്ച് പേടിഎം. ഡോളർ ബോണ്ടുകൾ വഴി $500 മില്യൺ സമാഹരിക്കാനൊരുങ്ങി അദാനി ഗ്രൂപ്പ്. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് വിദേശ ബാങ്കുകളുമായി ചർച്ച നടത്തി. ഈ വർഷം അവസാനത്തോടെ കരാറിലേർപ്പെടാൻ സാധ്യത. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. ഇന്ന് രാവിലെ ഉണ്ടായത് ഇന്നലെയും ഉണ്ടായ ഒരു നെഗറ്റീവ് നോട്ടിന് ശേഷം വിപണികളിൽ ഒരു ഉണർവാണ് ഉണ്ടായിരിക്കുന്നത്. പോസിറ്റീവ് മോഡലാണ് ഇന്ത്യൻ ഓഹരികളിൽ വ്യാപാരം നടക്കുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി 21,900 പോയിന്റ് കടന്ന് 21,927 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. 156 പോയിന്റ് ഉണർന്ന് 21,927 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി നെക്സ്റ്റ് 50യും നിഫ്റ്റി മിഡ് ക്യാപ്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ്, അങ്ങനെ നിഫ്റ്റിയുടെ സൂചികളൊക്കെ തന്നെ പോസിറ്റീവ് മോഡലാണ്. പക്ഷേ നിഫ്റ്റി ബാങ്ക് ഓഹരികളിൽ ഒരു നെഗറ്റീവ് നോട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 45,756 പോയിന്റിൽ, അതായത് 69 പോയിന്റ് ഇടിവിൽ 45,756 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം നടക്കുന്നത്. ഈ ഓഹരി വിപണിയെ സംബന്ധിച്ച് വലിയൊരു നേട്ടത്തിന് കാരണമായത് IT ഓഹരികളുടെ ഒരു ഉറച്ച പിന്തുണ, IT ഓഹരികളിൽ ഉണ്ടായൊരു ഉണർവാണ് ഇത്തരത്തിൽ നെഗറ്റീവ് നോട്ടിൽ നിന്ന് പോസിറ്റീവ് നോട്ടിലേക്ക് കരകയറാൻ ഇന്ത്യൻ വിപണിയെ സഹായിച്ചിട്ടുള്ളത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായിട്ടുള്ള സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സ് 484 പോയിന്റ് ഉണർവിൽ 72,212 നിലവിൽ വ്യാപാരം നടക്കുന്നത്. അവിടെയും ഒക്കെ തന്നെ നമുക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ മിഡ് ക്യാപ് സൂചികളിലൊക്കെ തന്നെ വലിയൊരു നേട്ടം കാണാനായിട്ട് സാധിക്കും. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് IT ഓഹരികളിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാധ്യത, അതിലുണ്ടായ ഒരു വളർച്ചയാണ് ഇന്നത്തെ ഈ ഒരു മാർക്കറ്റ് സെഗ്മെന്റിൽ ഈ ഓഹരികളിൽ ഒരു ഉണർവ് രേഖപ്പെടുത്താനായിട്ട് കാരണമായിട്ടുള്ളത്. ഇനി ഡോളറിന്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഡോളർ രൂപയ്ക്കെതിരെ 83.03 എന്ന രീതിയിലാണ് വ്യാപാരം നടക്കുന്നത്. വലിയ രീതിയിൽ ഒക്കെ തന്നെ ഒരു ഉണർവിന്റെ പാതയിലേക്ക് ഓഹരി വിപണി തിരിച്ചു വരികയാണെന്ന് പറയാം. അതേസമയം തന്നെ മറ്റൊരു സുപ്രധാന വാർത്ത എന്ന് പറയുന്നത് RBI പണനയ അവലോകന യോഗം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ വിപണിയിൽ, ഇന്ത്യൻ സമ്പദ്ഘടനയിൽ നിന്ന് പണപ്പെരുപ്പം കുറയ്ക്കാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഉണ്ടാകുമോ എന്ന് നിക്ഷേപകരും അതുപോലെ തന്നെ ജനങ്ങളുമൊക്കെ ഉറ്റുനോക്കിയാണ്. വ്യാഴാഴ്ചയാണ് പണനയ പ്രഖ്യാപനം ഉണ്ടാകുക. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ് TPFSന്റെ ഡയറക്ടറായ KV സാമുവൽ ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ KV സാമുവൽ. മാർക്കറ്റ് ഒരു തിരിച്ചുപാതയിലേക്കാണെന്ന് പറയാം. നെഗറ്റീവ് നോട്ടിൽ നിന്ന് ഒരു പോസിറ്റീവിലേക്കൊക്കെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. എന്തൊക്കെ ഘടകങ്ങളായിരിക്കാം മാർക്കറ്റിന്റെ ഒരു പോസിറ്റീവിന് സഹായമായത്? മറ്റൊരു ചോദ്യം കൂടി, മോണിറ്ററി പോളിസി യോഗം ആരംഭിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച പണനയ പ്രഖ്യാപനം ഉണ്ടാകുകയാണ്. ഇത്തരത്തിൽ പണപ്പെരുപ്പം കുറയ്ക്കാനായിട്ട് RBI എന്തെങ്കിലും ഒരു നീക്കം നടത്തുകയാണെങ്കിൽ അത് വിപണിയെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യ. ഇപ്പോൾ NSE, BSE, സെൻസെക്സ്, NSE ഇൻഡെക്സ് രണ്ടും 0.5% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. രാവിലെ കണ്ട നെഗറ്റീവ് മൂഡൊക്കെ മാറി ഇപ്പോൾ പോസിറ്റീവ് ട്രെൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ക്ലോസിങ്ങിലും ഈ ട്രെൻഡ് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. NSEയിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച ഓഹരി BPCL 4.25% ഉയർന്ന് 599-ലും, HDFC ലൈഫ് 3.8% ഉയർന്ന് 584-ലും, മാരുതി സുസുക്കി 3.79% ഉയർന്ന് 10,824-ലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഓൺ ദ അതർ സൈഡ്, നെഗറ്റീവ് സൈഡിൽ അല്ലെങ്കിൽ ഇടിഞ്ഞ ഓഹരികൾ ഏറ്റവും കൂടുതൽ പവർ ഗ്രിഡ് 3% ഇടിഞ്ഞ് 274-ലും, ബജാജ് ഫിൻ സർവീസ്
1.59% ഇടിഞ്ഞ് 1589 ഇൻഡസൻഡ് ബാങ്ക് 1.49% ഇടിഞ്ഞ് 1514 ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. പേടിഎമ്മിനെ പറ്റി സൂചിപ്പിച്ചു. RBIയുടെ മീറ്റിംഗിൻ്റെ ഔട്ട്കം അനുസരിച്ചായിരിക്കും പേടിഎമ്മിൻ്റെ അടുത്തൊരു മൂവ്മെൻറ്റ് വരുന്നത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് ഡേയ്സിലായിട്ട് 50%ഓളം ഇടിഞ്ഞ ഈ സ്റ്റോക്ക് ഇന്ന് 2% പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. RBIയുടെ മോണിറ്ററി പോളിസി ഫെബ്രുവരി 8 അതിൻ്റെ ഔട്ട്കം വരും. അതിൽ ചേഞ്ച് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഗ്ലോബലി ഇൻഫ്ലേഷന് അണ്ടർ കൺട്രോളാണ്. പ്രത്യേകിച്ചും ഫെഡറൽ റിസർവ് റേറ്റ് കുറയ്ക്കുന്നൊരു മൂഡിലാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിലും ആ ഒരു ട്രെൻഡിലാണ്. അതുകൊണ്ട് ഇന്ത്യയിലും ഇനിയും ഇൻട്രസ്റ്റ് കൂട്ടാനുള്ള സാധ്യതകൾ വളരെ റെയറാണ്. പക്ഷേ കുറച്ചുകൂടി ഡിലേ ചെയ്തേക്കും. എങ്കിലും ഇന്ത്യയിലും ലോങ് ടൈമിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനാണ് സാധ്യത. എന്തായാലും നമുക്ക് 8 കെ വി സാമുവലാണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി തുടർന്നത്. ഇനി ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.